മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക ചക്കിയമ്മയുടെ വീട്ടിൽ വീണ്ടും വെളിച്ചമെത്തിയിരിക്കുന്നു. പ്രായാധിക്യവും രോഗവും മൂലം ബില്ലടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ ചക്കിയമ്മയുടെ വൈദ്യുതി കണക്ഷൻ KCB വിച്ഛേദിച്ചത് 24 ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. 24 പണമടച്ചതോടെ KCB ആ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. മെയ് മാസത്തിലെ ബില്ലടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് KCB ഫ്യൂസ് ഊരിയത്. അതുവരെ ചക്കിയമ്മയ്ക്ക് വൈദ്യുതി സൗജന്യമായിരുന്നു. പെട്ടെന്ന് കറണ്ടില്ലാതായതോടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചക്കിയമ്മ പ്രതിസന്ധിയിലായി. ഇന്നലെ ചക്കിയമ്മയുടെ ദുരവസ്ഥ സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നിർദ്ദേശം നൽകി. KCB ഓഫീസിൽ വിളിച്ചു പറയൂ, ഈ പണം എത്രയാണെന്ന് പറയൂ, നമ്മൾ അടയ്ക്കാം. പക്ഷേ അതേസമയം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ ഈ സ്കീമിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ സ്കീമിൻ്റെ അകത്താക്കേണ്ട ജോലി KCB ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുന്നുവെന്നും അവരോട് പറയുക. ഇന്നലെ തന്നെ പണമടച്ച് ചക്കിയമ്മയുടെ വീടുൾപ്പെടുന്ന ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം KCB ഓഫീസിൽ വിവരമറിയിച്ചു. രാവിലെ ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഇത് കുറേ കാലമായിട്ട് DC ആയിട്ട് കിടക്കുകയായിരുന്നു. അതായത് പൈസ അടയ്ക്കാതെ ഇത് കിടക്കുകയായിരുന്നു. 24ൻ്റെ ആൾക്കാർ വന്ന് അതിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ഇത് ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് 40 യൂണിറ്റിൽ താഴെയായിരുന്നു അതുവരെ ഇതിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത്. അതിവർക്ക് അപ്പോൾ അത് ഫ്രീ ആയിരുന്നു. 40 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്ന കണക്ഷനായിരുന്നു ചക്കിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഉപഭോഗം അതിനു മുകളിലെത്തിയപ്പോഴാണ് ബിൽ വന്നത്. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വരുമാനമില്ലാത്ത രോഗിയായ ചക്കിയമ്മയ്ക്ക് പണമടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. 2 ബൾബ് മാത്രം ഉപയോഗിക്കുന്ന ചക്കിയമ്മയ്ക്ക് അധിക ചാർജ് വന്നതെങ്ങനെയെന്ന് KCB അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വീണ്ടും വെളിച്ചമെത്തിയല്ലോ, ചക്കിയമ്മ ഹാപ്പിയാണ്. KCBയോടും വൈദ്യുതി മന്ത്രിയോടും ഒരു അപേക്ഷ. ചക്കിയമ്മയുടേതിന് സമാനമായ കേസുകളെ പ്രത്യേക കേസുകളായി പരിഗണിച്ച് അവരുടെ കണക്ഷൻ റദ്ദ് ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കണം. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ കൂടുതലായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.